ഹലോ, ഇത് ബേറാപ്പിളാട്ടോ. നമ്മുടെ ആപ്പിളിൻ്റെ ഫാമിലി ആണെങ്കിൽ പോലും പക്ഷേ ആപ്പിളല്ല, ഇലന്തപ്പഴം എന്ന് പറയും. പലർക്കും അറിയായിരിക്കും, നമ്മൾ ആപ്പിളിൻ്റെ ഒരു ടെക്സ്ചറോട് കൂടിയിട്ടുള്ളൊരു ഫ്രൂട്ടാട്ടോ. അപ്പോൾ ഫ്രൂട്ട്സ് കടകളിലൊന്നും അധികം കാണാനില്ല, എങ്കിലും തമിഴ്നാട്ടിൽ നിന്നൊക്കെ വരുന്ന ഫ്രൂട്ട്സിൽ നിന്നൊക്കെ അത്യാവശ്യം ഇലന്തപ്പഴത്തിൻ്റെ ഫ്രൂട്ടുകളൊക്കെ ഉണ്ടാവാറുണ്ട് കേട്ടോ. കണ്ടില്ല, ഇതെല്ലാം പൂട്ടുള്ള തൈകളാണ്. നല്ല ടേസ്റ്റ് കേട്ടോ. മധുരം ഒരുപാട്, ആപ്പിളിനെ പോലെ ഒരുപാട് മധുരം അല്ലെങ്കിൽ പോലും നല്ല വാട്ടർ കണ്ടൻറ്റും ആൻറ്റി ഓക്സിഡൻസും കാര്യങ്ങളും നല്ല വൈറ്റമിൻസൊക്കെ ഉള്ളത് തന്നെ കേട്ടോ. അപ്പോൾ നമുക്ക് ഈ വേനൽക്കാലത്തൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ഫ്രൂട്ടാണ് നമുക്ക് ഈ ഇലന്തപ്പഴം അഥവാ ബേർ ആപ്പിൾ. ഇതിന് തന്നെ ഗ്രീൻ കളറും ഉണ്ട്, അതുപോലെ തന്നെ റെഡ് കളറുള്ള ഫ്രൂട്ടിൻ്റെ പ്ലാന്റും ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ പൂട്ട് തുടങ്ങിയിട്ടുള്ള പ്ലാന്റ്സുകൾ വേണ്ട ആൾക്കാർ നമ്മുടെ കോൺടാക്ട് നമ്പറിലൊന്ന് ബന്ധപ്പെട്ടുള്ളൂ. വെബ്സൈറ്റ് വഴി ഓർഡർ ചെയ്യാവുന്നതാണ് കേട്ടോ. കണ്ടില്ല, എല്ലാം ഗ്രാഫ്റ്റഡ് പ്ലാന്റ്സ് ആണ്, കംപ്ലീറ്റ് നമുക്ക് പൂട്ടുണ്ട്. ഇത് വലിയ മരമാവുന്ന ടൈപ്പൊന്നും അല്ല കേട്ടോ. നമുക്ക് അതുകൊണ്ട് തന്നെ വീട്ടിൽ ഗ്രോ ബാഗിലോ വലിയ ഡ്രമ്മിലൊക്കെ വളർത്തിയെടുക്കാവുന്നതാണ്. ഇത് നമുക്ക് ചൈനീസ് ഡേറ്റ്സ് എന്നുള്ളൊരു പേരിൽ അറിയപ്പെടുന്നുണ്ട് കേട്ടോ. വേറെ ഒരുപാട് പേരുകളുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഇലന്തപ്പഴത്തിൻ്റെ വേറെ മറ്റുള്ള പേരുകൾ അറിയുന്നുണ്ടെങ്കിൽ ഈ വീഡിയോയ്ക്ക് താഴെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഓക്കെ, താങ്ക് യു. കൂടുതൽ വീഡിയോസിനായിട്ട് നമ്മളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യും കേട്ടോ.